ആദ്യം ഒരു ചട്ടി വെക്കുക. അതിനുശേഷം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കടുകിടുക. എനിക്ക് കടുക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരൽപ്പം ഉലുവ ഇടുക. അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇടുക. പച്ചമുളക് മുറിക്കാതെയാണ് ഞാൻ ഇട്ടത്. പിന്നീട് കുഞ്ഞുള്ളി, ഒരു 10 കുഞ്ഞുള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടിടുക. അതിനുശേഷം ഒരു അര സവാള നീളത്തിലരിഞ്ഞിട്ടിടുക. പിന്നീട് ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നന്നായി ഇളക്കുക. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക. ഒരു 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇട്ടത്. ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തത്, അപ്പോൾ ഇത്ര മതിയാവും. അപ്പോൾ ഇതിനി ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ മിക്സ് ചെയ്യുക. ബീഫ് ഞാൻ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ട്. വിസിലിട്ടിട്ട് 4 വിസിലാണ്. വേവ് കുറവാണ് ഇതിന്, അതുകൊണ്ട് അത്ര മതി. ഇതിലേക്ക് സവാള, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അളവ് ഞാൻ സൈഡിൽ എഴുതി കാണിക്കാം. നമ്മുടെ സവാള ഇവിടെ ആയി വരുന്നുണ്ട്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ബീഫ് ഫ്രൈയും ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ഇവയിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഗോൾഡൻ ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ബീഫ് ഇടുകയാണ് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്യുക. അതിലെ വെള്ളം വറ്റുന്നവരെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇടുക. ലൈക്ക്, ഷെയർ,